സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. കഴിഞ്ഞ കുറച്ചു ദിവസമായി തുടരുന്ന കേരള സ്റ്റോറി വിവാദം അവസാനിക്കുന്നില്ല. ചെറിയ പെരുന്നാൾ ദിനത്തിലെ ഈദ്ഗാഹിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരെക്കുറിച്ച് കരുതിയിരിക്കാൻ പാളയം ഇമാമിന് പറയേണ്ടി വന്നു. തലശ്ശേരി രൂപതയുടെ എതിർപ്പ് മറികടന്ന് KCYM എന്ന സെയിന്റ് സ്റ്റീഫൻസ് പള്ളിയുടെ പാരിഷ് ഹാളിൽ ചിത്രം പ്രദർശിപ്പിച്ചു. ഇതിനിടെ മണിപ്പൂരിലെ സത്യകഥ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നത് കാണാതിരുന്നുകൂടാ. കള്ളക്കഥ കഴിയുന്നില്ലേ എന്നതാണ് ചോദ്യം. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ഇടത് സഹയാത്രികൻ, കോൺഗ്രസ് പ്രതിനിധി ദീപ്തി മേരി വർഗീസ്, BJP പ്രതിനിധി PR ശിവശങ്കർ, സിറോ മലബാർ സഭ പ്രതിനിധിയായി ഫാദർ ആന്റണി വടക്കേക്കര എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ഫാദർ ആന്റണി വടക്കേക്കര, സത്യകഥയും കള്ളക്കഥയും ഒരുപോലെ സഭ പ്രദർശിപ്പിക്കുകയാണ്. സിറോ മലബാർ സഭ ഇതിൽ ഏതു ഭാഗത്താണ്? ആദ്യമേ തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങൾക്കും ചെറിയ പെരുന്നാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും നന്മയും ഞാൻ നേരുകയാണ്. ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. 2023 മെയ് 5 സെൻസർ ബോർഡിൻ്റെ പ്രദർശനാനുമതി കിട്ടി ഇന്ത്യയിലെ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ച ദ കേരള സ്റ്റോറി എന്ന സിനിമ, നമുക്കറിയാം, അതിനുശേഷം OTT പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം കഴിഞ്ഞ 5 ദൂരദർശനും സംപ്രേഷണം ചെയ്ത സിനിമയാണ്. ആ സിനിമ കഴിഞ്ഞ 4 സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള ഇടുക്കി രൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രം, അവിടെയുള്ള വിശ്വാസ പരിശീലനത്തിന് വേണ്ടി വരുന്ന 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി പ്രണയക്കുരുക്കുകളിലും പ്രണയചതികളിലും ചെന്ന് പെടരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സിനിമ പ്രദർശനമാണ്. അതിനെ 4 കഴിഞ്ഞ് ഇന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് 10 ആയിരിക്കുന്നു. 6 ദിവസങ്ങൾ പിന്നിട്ടു. 8 മാധ്യമങ്ങളിൽ ഒരു വിവാദമായി ഉയർത്തിക്കൊണ്ടുവന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും ചർച്ചകളുണ്ടായി. ഞാൻ പല ആവർത്തി മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചതാണ്, ഇതൊരു വലിയ വിവാദ വിഷയമാക്കി നിങ്ങൾ നിലനിർത്തരുത്. കാരണം ഇതുവഴിയായി ജനശ്രദ്ധയെ നമ്മൾ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കേവലം വികാരപരമായ ഒരു സിനിമയിൽ മാത്രം തളച്ചിടുന്നത് ഒരിക്കലും ഉപകാരപ്രദമാകില്ല എന്നും, ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളെ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാക്കി ഈ തെരഞ്ഞെടുപ്പ് കാലം നമ്മൾ മാറ്റേണ്ടതാണ് എന്നുമുള്ള സുചിന്തിതമായ തീരുമാനവും താല്പര്യവും അഭ്യർത്ഥനയും ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു, തിരഞ്ഞെടുപ്പ് കാലമാണ് എന്നുള്ളത് ഫാദർ ഓർമ്മിപ്പിക്കുന്നു. ഫാദർ ആവർത്തിച്ചു പറയുന്ന ഒരു വാക്ക് അവബോധം സൃഷ്ടിക്കലെന്നാണ്. കള്ളക്കഥ പറഞ്ഞുകൊണ്ട്, കള്ളക്കഥയെ അറിയിച്ചുകൊണ്ട്, ആശങ്കയുണ്ടാക്കിക്കൊണ്ട് എന്ത് അവബോധമാണ് സൃഷ്ടിക്കുന്നത്? ഈ സിനിമയുടെ പ്രമേയം അത് ഈ കേരളം ചർച്ച ചെയ്തതാണ്, രാജ്യം ചർച്ച ചെയ്തതാണ്. ഈ സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിച്ചു എന്ന് താങ്കൾ പറഞ്ഞത് ശരിയാണ്. സഭയാണ് അതിനു മുന്നേ പ്രദർശിപ്പിച്ചത്. ദൂരദർശനിൽ പ്രദർശിപ്പിച്ച സമയത്ത് ഉണ്ടായ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്തും ഏതൊക്കെ രൂപത്തിൽ രാജ്യത്ത് ഇത് ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇതിന് സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചു എന്ന് പറയുമ്പോഴും A സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ A സർട്ടിഫിക്കറ്റിലുള്ള സിനിമ 10, 11, 12 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണിക്കുന്നതിലെ സാങ്കത്യം എന്താണ്? തെരഞ്ഞെടുപ്പ് കാലവും ഈ സിനിമ കാണിച്ച സമ്മർ കോച്ചിങ് ക്ലാസ്സും സംഭവിച്ചത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വളരെ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച കാര്യമാണ്. കാരണം എല്ലാ വർഷവും സമ്മർ വെക്കേഷൻ്റെ സമയത്ത് സ്കൂളിലെ പരീക്ഷകൾ കഴിയുമ്പോൾ സിറോ മലബാർ സഭയ്ക്ക് കീഴിലെ എല്ലാ രൂപതകളിലും വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട് വിശ്വാസോത്സവം എന്ന പേരിൽ 3-4 ദിവസങ്ങളിലെ ഇൻറ്റൻസീവ് കോച്ചിങ് നടത്താറുണ്ട്. അത് പ്രാദേശികമായി അതാത് രൂപതകളിലോ ഇടങ്ങളിലോ നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ആ കോച്ചിങ് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇടുക്കി രൂപത പ്രണയം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ കോച്ചിങ് ക്ലാസ് നടത്തിയത്.
അതുകൊണ്ടാണ് സ്നേഹത്തെക്കുറിച്ചും പ്രണയബന്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ നന്മതിന്മകളെക്കുറിച്ചും വഴിതെറ്റിയ പ്രണയബന്ധങ്ങളിലൂടെ ചതിക്കുടിലകപ്പെടാൻ പാടില്ല എന്ന് നമ്മുടെ പള്ളിയിൽ വരുന്ന വിശ്വാസികളായ മനുഷ്യരുടെ കുഞ്ഞുങ്ങളോട് മതാധ്യാപകർ കേരള സ്റ്റോറി എന്ന ഒരു സിനിമ കാണിച്ചുകൊണ്ട് അവരെ പറഞ്ഞു ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് സാധാരണഗതിയിൽ സഭകൾ ചെയ്യാറുള്ളതാണ്. അത് മനസ്സിലാക്കുന്നു ഫാദർ ആന്റണി വടക്കേക്കര. ഈ ചതിക്കുഴി എന്ന് പറയുമ്പോൾ എന്താണ് ചതിക്കുഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നൊന്ന് വ്യക്തമാക്കാമോ? പ്രണയ ചതിക്കുഴി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെടുന്ന പെൺകുട്ടികൾ മറ്റ് മതങ്ങളിൽപ്പെട്ടവരെ വിവാഹം കഴിക്കുന്നു എന്നത് തന്നെ ചതിയായി കാണുന്നോ, അതോ അതിനപ്പുറം തീവ്രവാദത്തിലേക്ക് പോകുന്നു എന്നതാണോ ആശങ്കപ്പെടുത്തുന്നത്? അതിനുള്ള മുൻകരുതലാണോ വിദ്യാർത്ഥികൾക്ക് നൽകിയ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും സ്മൃതി പറഞ്ഞതിൽ ഉത്തരമുണ്ട്. തീവ്രവാദവും ഭീകരവാദവും വളർത്തുന്ന ശൃംഖലകളിലേക്ക് നമ്മുടെ ഒരു കുട്ടികളും എത്തിപ്പെടരുത് എന്നുള്ള സുചിന്തിതമായ താല്പര്യമാണ് ഈ സിനിമ കാണിച്ചതിലൂടെ. ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സിനിമയെ ഓൺ ചെയ്യാനോ അതിനൊരു പ്രൊമോഷൻ കൊടുക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ആ സിനിമ ക്യാരി ചെയ്യുന്ന ഒരു പ്രമേയമുണ്ട്. അത് പ്രണയത്തെക്കുറിച്ചും അതിലെ ചതിക്കുഴികളെക്കുറിച്ചും അതുവഴിയായി ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആരും എത്തിച്ചേരരുത് എന്നുള്ള ഒരു പ്രമേയമാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ സീറോ മലബാർ സഭ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ആ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. പെരുപ്പിച്ച കണക്കാണ് അതിൽ കാണിക്കുന്നത്. 3,000ഉം 3,200ഉം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഫാദറിന് അറിയാവുന്നതാണ്. അപ്പോൾ ഇല്ലാത്ത കണക്ക് പറഞ്ഞുകൊണ്ട് കേരളം ഇങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു പ്രദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവബോധം എന്ന് ഞാൻ കോട്സിൽ പറയും. നിങ്ങൾ അവബോധം എന്ന് പറയുന്ന കാര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ക്ലാസ്സിൽ അതിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതിൽ ചാപ്റ്ററുകളുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നല്ലോ. അതിലൊരു ചാപ്റ്റർ തന്നെ ലവ് ജിഹാദ് എന്നുള്ളതാണ്. അതായത് ഇവിടെ പോലീസ് അന്വേഷിക്കുകയും കോടതിയിൽ എത്തി കോടതി പരിശോധിക്കുകയും പാർലമെന്റിൽ പറയുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളിൽ ലവ് ജിഹാദ് എന്ന ഒരു കാര്യം ഈ രാജ്യത്തില്ല എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ഇപ്പോഴത്തെ BJP സർക്കാർ, കേന്ദ്ര സർക്കാർ, മോദി സർക്കാരിന്റെ ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് പാർലമെന്റിൽ തന്നെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ഇവിടെ ലവ് ജിഹാദ് ഇല്ല. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് കുട്ടികളോട് പറയുമ്പോൾ എന്ത് അവബോധം സൃഷ്ടിക്കലാണ്? അത് കള്ളം പഠിപ്പിക്കലല്ലേ? ഒന്നാകട്ടെ, രണ്ടാകട്ടെ, മൂന്നാകട്ടെ, അല്ലെങ്കിൽ 50ഓ 100ഓ ആകട്ടെ, എത്രയെന്നുള്ള ഫിഗറുകളുടെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് സിനിമയുടെ അണിയറ പ്രവർത്തകർ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമയെ ഓൺ ചെയ്യാനോ അതുപോലെ തന്നെ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനോ ആഗ്രഹിച്ചുകൊണ്ടല്ല ഞങ്ങൾ ചെയ്യുന്നതെന്ന കാര്യം ഞാൻ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെയും പറയുന്നു, ഇതിൻ്റെ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയുടെ പ്രദേശങ്ങളിൽ ഏതാനും ചില ഇപ്രകാരമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന കാരണത്താലാണ് പ്രണയക്കെണികൾ ഉണ്ട് എന്നുള്ളതും പ്രണയ ചതികളിലൂടെ കുട്ടികൾ അകപ്പെട്ടു പോകുന്നു എന്ന വിഷയത്തെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള തീരുമാനത്തിലൂടെ അവർ മതബോധന ക്ലാസ്സിൽ ഇപ്രകാരം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. ഇത് മതപരമായ എന്തെങ്കിലും വർഗീയ ധ്രുവീകരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടോ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ എന്തെങ്കിലും ലക്ഷ്യം കണ്ടുകൊണ്ടോ അല്ല എന്നും അതുകൊണ്ട് തന്നെയുമാണ് ഈ വിവാദം അവസാനിപ്പിക്കണമെന്ന് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നത് ആരെ സഹായിക്കും? ഫാദർ ആന്റണി വടക്കേക്കര, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ സഹായിക്കും? ഒരു രാഷ്ട്രീയ പാർട്ടിയെയും സഹായിക്കുക എന്നുള്ളത് സഭയുടെ നിലപാടല്ല. സഭയുടെ നിലപാടാണോ ഇല്ലയോ എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഈ സഭയ്ക്ക് സീറോ മലബാർ സഭയ്ക്ക് സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ. അത്തരം പ്രതികരണങ്ങൾ തന്നെയാണ് നേരത്തെയും പല സഭാധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് അല്ലേ? ഇപ്പോൾ ബിഷപ്പ് തട്ടിൽ പിതാവ് വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്ന ശക്തികളിൽ നിന്ന് കരുതിയിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഗീവർഗീസ് കുർലോസ് നേരത്തെ പ്രതികരിച്ചു, അങ്ങനെയാണെങ്കിൽ സ്നേഹത്തിന്റെ സിനിമകൾ പ്രദർശിപ്പിക്കണമെന്ന്. ഇത് വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു ചിത്രമാണ് എന്ന് അറിഞ്ഞിട്ട് കൂടി, അതോ അറിയാതെയാണ് എന്നിപ്പോൾ അവകാശപ്പെടുന്നുണ്ടോ? അറിഞ്ഞിട്ട് കൂടി ആ ചിത്രം കുട്ടികൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കാം. 10, 11, 12 എന്ന് പറയുമ്പോൾ അറിവ് വെച്ചു വരുന്ന വായിക്കുന്ന പ്രായം, അവരെ ഏത് വിധേനയും മാറ്റാൻ കഴിയുന്ന പ്രായം. അവിടെ ഈ കള്ളം കൊടുക്കുന്നതിൽ നിങ്ങൾ എന്ത് സന്ദേശമാണ് പുറത്തേക്ക് നൽകുന്നത്?
ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് തീർച്ചയായും പ്രണയത്തിലേക്കൊക്കെ ഉൾപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു പ്രായമെന്ന നിലയ്ക്കാണ് ആ കുട്ടികളെ ഇപ്രകാരം ഒരു സിനിമ കാണിക്കാൻ ഇടയായത് എന്ന് ഞാൻ സൂചിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത് ജനങ്ങളുടെ ജീവിതത്തിനും ആവശ്യങ്ങൾക്കും ഉതകുന്ന കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ അങ്ങനെയാണെങ്കിൽ ഫാദർ ആന്റണി വടക്കേക്കര 4-ാം തീയതി ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചു. അവിടെ കൊണ്ട് തീരണ്ടേ? ഇത് വേറെ രൂപത്തിൽ ആകുന്നു, വേറെ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു, മോശം അവസ്ഥയുണ്ടാക്കുന്നു എന്നറിയുമ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളും പ്രദർശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ സഭകൾ വരികയാണ് അല്ലേ? താമരശ്ശേരി രൂപത ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞു. തലശ്ശേരി രൂപത തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും KCYM രൂപതയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഇന്ന് ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ ആ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. താങ്കൾക്ക് ഈ 32,000-ഉം 3-ഉം തമ്മിലുള്ള വ്യത്യാസം താങ്കൾ മനഃപൂർവ്വം അവഗണിച്ചതാണോ എന്നറിയില്ല. താങ്കളിലേക്ക് വരാം. ദീപ്തി മേരി വർഗീസ്, ഈ വിഷയത്തിൽ VD സതീശനടക്കം പ്രതികരിച്ചു. അങ്ങനെ പറഞ്ഞു പോകരുത്. ഞാൻ ഫിഗറിനെ കുറിച്ച് സംശയങ്ങളുണ്ട് എങ്കിൽ അത് കൃത്യമായും അത് അണിയറ പ്രവർത്തകരാണ് ചെക്ക് ചെയ്യേണ്ടത്. അണിയറ പ്രവർത്തകർ ചെക്ക് ചെയ്യാത്ത സിനിമയുടെ ഉത്തരവാദിത്തം നിങ്ങൾ എടുക്കേണ്ട. ആ സിനിമയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായി എടുക്കേണ്ടതില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ലല്ലോ. ആ ഉത്തരവാദിത്തം സ്വാഭാവികമായും സഭയ്ക്കുണ്ടല്ലോ. ഫാദർ, കള്ളം പ്രചരിപ്പിക്കുന്നു എന്നുള്ള വിവരം താങ്കൾ അടക്കമുള്ളവർ, സഭയിലുള്ളവരൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും പത്രം വായിക്കുന്നതും ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളും ഒക്കെ അറിയുന്നതാണല്ലോ. രാഷ്ട്രീയ മുതലെടുപ്പ്, വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കൽ, ഇതൊക്കെ നിങ്ങളും കാണുന്നുണ്ടല്ലോ. അപ്പുറത്ത് നിങ്ങൾക്കും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. മണിപ്പൂരിലെ നഷ്ടം, മണിപ്പൂരിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രദർശിപ്പിക്കാതിരുന്നത്? ഇന്ന് പ്രദർശിപ്പിച്ച ഒരു പള്ളിയുണ്ട്, ആ വാർത്ത കണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആ സത്യകഥ ജനങ്ങളിലേക്ക് എത്തട്ടെ? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളിയാണ്. തീർച്ചയായിട്ടും എത്തണം. മണിപ്പൂരിൽ സംഭവിച്ച കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം. അതുപോലെ തന്നെ കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എത്തണം. ഇത് ലോക്സഭാ ഇലക്ഷന്റെ സമയമാണ്. തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ എവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സമയമായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്രകാരം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചു വിടാതെ തീർച്ചയായും അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയും മുൻപോട്ട് പോകേണ്ട ഒരു സമയത്ത് മാത്രം തളച്ചിടുന്നത് ഇതാർക്ക് ഉപകാരപ്പെടുന്നതാണ് എന്ന് ഫാദർ പരിശോധിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. സഭ തന്നെയാണ് അവബോധം എന്ന വാക്ക് സൂക്ഷിച്ച് ഉത്തരവാദിത്തത്തോടുകൂടി ഉപയോഗിക്കേണ്ടതാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എത്താം ചർച്ചയിലേക്ക്. ദീപ്തി മേരി വർഗീസ്, സിനിമയുടെ സത്യസന്ധതയുടെ ഉത്തരവാദിത്തം സംവിധായകന് മാത്രമാണ് എന്ന് പറയുമ്പോഴും ഈ കള്ളക്കഥ കുട്ടികൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഇപ്പോൾ സിറോ മലബാർ സഭ പ്രതിനിധി ആവർത്തിച്ചു പറയുന്നത്. കോൺഗ്രസ് ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? സിനിമയെ നിങ്ങൾ തള്ളി പറഞ്ഞിരിക്കുന്നു, പക്ഷേ സിനിമ പ്രദർശിപ്പിച്ചവരെ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല? ഇതിന് കോൺഗ്രസിൻ്റെ കൃത്യമായ നിലപാട് നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ രാജ്യത്തിൻ്റെ മതേതരത്വം നിലനിർത്തുക എന്നുള്ള ഏറ്റവും ശക്തമായ ലക്ഷ്യമുണ്ട് എന്നുള്ളത് ആരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ രാജ്യത്തിന് മതേതരത്വം എന്ന് പറയുന്ന ആ വലിയ ചിന്ത തന്നെ ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇവിടെ ഈ അച്ഛൻ പറഞ്ഞത് ഞാൻ വളരെ സശ്രദ്ധം കേൾക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ചർച്ച പോലും നടക്കുന്നതിനെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്, ഇങ്ങനെ ചർച്ച നടക്കണം എന്നുള്ളത് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന BJPയുടെ പ്രതിനിധിയും ഈ കേരളത്തിലെ BJPക്കാരുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിനുള്ള മറുപടി പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സീറോ മലബാർ സഭയുടെ ഒരു കഴിഞ്ഞ ദിവസം വന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചതിനെ ചൊല്ലിയുള്ള വിവാദം അവസാനിപ്പിക്കണമെന്ന് സീറോ മലബാർ സഭ പറഞ്ഞു. ഇടുക്കി രൂപതയുടെ നടപടിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല. സഭ ഒരു മതവിഭാഗത്തിനും എതിരല്ല. മതസ്പർദ്ധ ഉണ്ടാക്കാൻ അല്ല. സിനിമയെ ചൊല്ലി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കരുത്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ സീറോ മലബാർ സഭ ഇറക്കിയതായിട്ടാണ് നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല സഭ അങ്ങനെ ഒരു മതസ്പർദ്ധയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡിവിസീവ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടോ ആണ് ഇത് പ്രദർശിപ്പിച്ചത് എന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ സിനിമയിലൂടെ കണ്ടന്റിനെ കുറിച്ച്, ആ സിനിമ എന്തിനാണോ പ്രദർശിപ്പിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദൂരദർശനിലാണെങ്കിലും പ്രദർശിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിൻ്റെ പിന്നിൽ, ദൂരദർശനിൽ പ്രദർശിപ്പിച്ചതിൻ്റെ പിന്നിൽ ഒരു ദുഷ്ടലാക്കുണ്ട്. ആ സിനിമ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രദർശിപ്പിച്ചതിന് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഒരു ദുഷ്ടലാക്കുണ്ട്.
ആ ദുഷ്ടലാക്ക്, ആ ട്രാപ്പ് എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇതിപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തും പ്രദർശിപ്പിച്ച് കഴിഞ്ഞ ഒരു സിനിമയാണ്. ആ സിനിമ വീണ്ടും പ്രദർശിപ്പിക്കുമ്പോൾ, അപ്പോൾ ഇതിനു മുൻപ് പ്രദർശിപ്പിച്ചപ്പോഴും നമ്മൾ ഇത് പാടില്ലാത്തതാണെന്നും കേരളത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഭാരതത്തിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഇന്ത്യ സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ ഇറക്കാൻ സമ്മതിക്കുമോ? ഇപ്പം BBC ഇവിടെ നിന്ന് തുരത്തി ഓടിച്ചല്ലോ. മറ്റു മാധ്യമങ്ങളോട്, രാജ്യത്തെ മറ്റു പല മാധ്യമങ്ങളോടും ഏത് രീതിയിലാണ് BJP ഇടപെടുന്നതെന്നും BJP എന്ത് നിലപാടാണ് എടുക്കുന്നതെന്നും നമ്മൾ കഴിഞ്ഞ 10 വർഷമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BBC ഇവിടെ നിന്ന് ഓടിക്കുന്നു. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ ബിജെപിയുടെ നിലപാടിനെ കുറിച്ച് നമുക്ക് വ്യക്തത കുറവില്ല. പാർട്ടിയുടേത് ദീപ്തി മേരി വർഗീസ്, ബിജെപിയുടെ നിലപാടിനെ കുറിച്ച് വ്യക്തത കുറവില്ല. ഇപ്പോൾ ശിവശങ്കർ അത് വിശദീകരിച്ച് വീണ്ടും പറയുമല്ലോ. സഭ എടുക്കുന്ന നിലപാടിലാണ് വ്യക്തതയില്ലാത്തത്. ഒരേ സമയം ഇത് സത്യകഥയാണോ എന്ന് അറിയില്ല എന്ന നിഷ്കളങ്കത ഭാവിക്കുന്നു. എന്നിട്ട് കുട്ടികൾക്ക് കാണാൻ ഈ A സർട്ടിഫിക്കറ്റ് ഉള്ള പടം വെച്ചു കൊടുക്കുകയാണ്. അതൊരു തവണയല്ല, രണ്ടാമത്തെ തവണയുമായിരിക്കും അടുത്ത സഭയും ചെയ്യാനിരിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് കാണുന്നത് കോൺഗ്രസ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് സഭ എന്നാൽ വോട്ടാണ്, നിങ്ങൾക്കെന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും. അതുകൊണ്ട് ഈ വിഷയത്തിൽ അവരോട് മൃദുവായി പ്രതികരിച്ചാൽ മതി എന്നൊരു നിലപാട് കോൺഗ്രസ് എടുക്കുകയാണോ? കോൺഗ്രസിന് സഭ എന്നാൽ വോട്ടാണ് എന്ന് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ആദ്യം പിൻവലിക്കണം. സഭ എന്നാൽ വോട്ടാണ് എന്ന് കോൺഗ്രസ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയട്ടെ സ്മൃതി, പറയട്ടെ, അത്തരം സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇറക്കണ്ട. അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് സ്മൃതി പരുത്തിക്കാട് ഇറക്കണ്ട. ഞാൻ പറയാം, ഈ കോൺഗ്രസിന്റെ നിലപാടെന്ന് പറയുന്നത് എല്ലാ സഭകളും എല്ലാ മതങ്ങളും, അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ജൈനനായാലും പാഴ്സി ആയാലും എല്ലാവരോടും ഒരേ നിലപാടാണ്. അത് തന്നെയല്ലേ എല്ലാ കാലത്തും കോൺഗ്രസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വോട്ടിന്റെ കാര്യത്തിൽ എല്ലാവരുടെയും വോട്ട് വേണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിക്കില്ലേ? അതാ ഏത് രാഷ്ട്രീയ പാർട്ടിയാ വോട്ട് വേണ്ട എന്ന് പറയുക? എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും വോട്ട് ആവശ്യമുണ്ട്. പക്ഷേ പ്രോത്സാഹിപ്പിക്കുന്ന സഭയോട് നിങ്ങൾ എന്തുകൊണ്ട് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നില്ല? ചോദ്യം വ്യക്തമാണല്ലോ ദീപ്തി. അതന്നെ പറഞ്ഞേ, സീറോ മലബാർ സഭയുടെ പ്രതിനിധിയാണല്ലോ ഇവിടെ ഇരുന്ന് ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചത്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു താല്പര്യമല്ലായിരുന്നു എന്ന് അവർ പറയുകയാണല്ലോ. അവരുടെ താല്പര്യം അതല്ല എന്ന് തിരിച്ചു പറയാൻ ഞാൻ ആളല്ല. ഇപ്പോൾ തന്നെ എത്രയോ, ഇപ്പൊ കൂർലോസ് തിരുമേനി പറഞ്ഞിരിക്കുന്നു, ഫാദർ തേയിലക്കാട് പറഞ്ഞിരിക്കുന്നു, തലശ്ശേരി രൂപത പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഒരു സഭയുടേതോ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെയോ ഒരു പൊതുവായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ശരിയാണോ? അത് ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒന്നടങ്കം ഇന്ന് ഏറ്റവും അധികം അവർ രൂക്ഷമായി പ്രതികരിക്കുന്നത്, ഇന്നിപ്പോൾ ബാംഗ്ലൂർ ബിഷപ്പ് പ്രതികരിച്ചിട്ടുണ്ട്. താങ്കളത് കേട്ടിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. സെക്യുലർ സ്റ്റേറ്റ് ഉണ്ടാകണം, നമ്മളെല്ലാവരും വോട്ട് ചെയ്യണമെന്നും വോട്ടെടുപ്പിൽ ആരും മാറി നിൽക്കരുതെന്നും കല്യാണം മാമോദിസ പോലത്തെ പരിപാടികൾ അന്ന് വയ്ക്കരുതെന്നും വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുകയാണ്. ഈ വോട്ടെടുപ്പ് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, ഏറ്റവും പ്രധാനമാണെന്നും അത് സെക്യുലറിസത്തിന് വേണ്ടിയാണെന്നും അടിവരയിട്ട് പറയുക. ഇതിനപ്പുറം എന്താണ് പറയേണ്ടത്? അപ്പോൾ സഭയെ പറ്റിയോ അതിന്റെ കാര്യങ്ങളെ കുറിച്ചോ ഒന്നും കോൺഗ്രസിനൊന്നും പറയാനില്ല. എല്ലാ കാലത്തും ഈ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ ഏറ്റെടുക്കുന്ന വിഭാഗത്തെ കൂടി വിമർശിക്കാനുള്ള ശക്തി രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യമാണ്. അത് കോൺഗ്രസിനോട് മാത്രമല്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളോടുമുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പ്രതികരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോഴും MV ഗോവിന്ദനായാലും മുഖ്യമന്ത്രിയായാലും സിനിമയെ രൂക്ഷമായി വിമർശിക്കുന്നു. ആ സിനിമ പ്രദർശിപ്പിക്കുന്നവരുടെ രാഷ്ട്രീയം എന്താണ് എന്നതിലേക്ക് ഒരു വിമർശനത്തിലേക്ക് പോകാൻ രാഷ്ട്രീയ പാർട്ടികൾ മടിക്കുന്നത് ഇത് തിരഞ്ഞെടുപ്പ് കാലമാണ് എന്നതുകൊണ്ടാണോ? ഈ കാലമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ കാലം തന്നെയാണ്. എല്ലാ വിഭാഗം ജനങ്ങളുമായും സൗഹാർദ്ദത്തിൽ കഴിയുക, അവരുടെ വോട്ട് സമ്പാദിക്കുക, പിന്തുണ ആർജിക്കുക, ഇതൊക്കെ എല്ലാ പാർട്ടികളും ചെയ്യുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇതുപോലെ ഒരു വിഷയം വന്നിരിക്കുന്നത്. ആ വിഷയത്തിൽ തെറ്റ്, അനൗചിത്യം ശരിയായ രീതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറം ഒരു സഭയെ കടന്നാക്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ കഴിയില്ല. അത് പാർട്ടിയുടെ നയവുമല്ല.
കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം ഒരു 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 വിഷയത്തിൽ ഒരു നിലപാട്, രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. 1977 തെരഞ്ഞെടുപ്പിൽ പോലും കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് പ്രത്യേകിച്ചൊരു നിലപാട് ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊരു നിലപാട് എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ശക്തമായി മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയില്ലെങ്കിലും ഒരു വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റം, സ്വാധീനം ചെലുത്തൽ BJP കേരള ക്രൈസ്തവരുടെ ഇടയിൽ നടത്തിയിട്ടുണ്ട്. അത് ഫലം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത്, തങ്ങളുടെ കുട്ടികളെ കാണിക്കുന്നത്. അത് തെറ്റല്ല, അത് ശരിയാണ്, അത് അവർക്ക് ഗുണകരമായി തീരും എന്ന് ആ സഭയിലെ സീറോ മലബാർ സഭയിലെ ഒരു വിഭാഗത്തിന് പറയേണ്ടി വന്നിരിക്കുന്നത്. അതിലെ അപാകത ശരിയായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറം അവരെ അല്ലെങ്കിൽ സഭയുടെ പിതാക്കന്മാരെ, സഭാ നേതൃത്വത്തെ കടന്നാക്രമിച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ആ രീതിയിൽ പ്രതികരണം ശക്തമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏത് നേതാവിൽ നിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടായി എന്നാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കരുതുന്നത്? മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമ പ്രദർശിപ്പിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് പറഞ്ഞത്. ഇതിലും മൂർച്ചയോടെ സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. പിണറായി വിജയൻ എന്ന നേതാവ് സഭയുമായി ഏതൊക്കെ ഘട്ടങ്ങളിൽ കോർത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിശക്തമായ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ പ്രതികരിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ സംയമനം പാലിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലേ? അല്ല, അത് സ്മൃതിയെ അത് എടുത്തെടുത്ത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുമ്പോൾ കഴിയുന്നത്ര ആരെയും പ്രകോപിപ്പിക്കാതിരിക്കുക എന്നത് തന്നെയായിരിക്കും ഒരു രാഷ്ട്രീയ നിലപാടും നയവും. അതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണത്തിന് രൂക്ഷതയുണ്ടോ, മൂർച്ചയുണ്ടോ, മുനയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും ഉത്തരം പറയാൻ ഞാൻ ആളല്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് സ്മൃതി ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ വിഷയത്തിൽ നിന്ന് തെന്നിമാറി ഇത് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതുതന്നെയാണ് BJPയുടെ ഉദ്ദേശം. BJPയുടെ ഉദ്ദേശത്തിന് ഈ സഭാ നേതൃത്വത്തിനൊപ്പം സ്മൃതിയെ പോലെയുള്ള മാധ്യമപ്രവർത്തകരും അങ്ങനെയല്ല ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് എത്രത്തോളം നിറവേറ്റപ്പെടുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ സംഘപരിവാറിനെതിരെ ശബ്ദിക്കുന്നത് പോലെ തന്നെ കൃസംഖി എന്നൊരു പദവുമുണ്ടല്ലോ, ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരുമുണ്ടല്ലോ. അവർക്കെതിരെ എത്രത്തോളം ശബ്ദമുയരുന്നു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമായി വരുന്ന ഒരു കാര്യമാണ്. ആ ചോദ്യം കൂടി ഉയരുന്നത് സ്വാഭാവികമാണ്. ശ്രീ ശിവശങ്കർ, BJP നിലപാടുകൾ ശരിവെക്കുന്ന കേരള സ്റ്റോറി എന്ന സിനിമ പള്ളികളിൽ പ്രദർശിപ്പിക്കുന്നത് BJPക്ക് വോട്ടാകും എന്ന് കരുതുന്നുണ്ടോ? BJPക്കുള്ള പിന്തുണയായി ആ ചിത്ര പ്രദർശനത്തെ BJP കാണുന്നുണ്ടോ? സ്മൃതി, ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അവസാനം വെച്ചാൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ വരുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ചർച്ചയുടെ നോക്കൂ. ഈ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസും അതേപോലെ തന്നെ സെബാസ്റ്റ്യൻ പോളും എല്ലാം പറയുന്നത് ഈ BJPയുടെ കെണി ഇവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ആ കെണി പോയി നിങ്ങൾ വീഴും. ഇപ്പോൾ പറഞ്ഞ് സ്മൃതിയും ആ കെണിയുടെ ഒരു എന്താ പറയുക സൃഷ്ടാവായി മാറിയിരിക്കുന്നു. ഇതാണ് BJP രഹസ്യമായി വെക്കുന്ന കെണി നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ആ കെണിയിൽ നിങ്ങളൊക്കെ ഒന്ന് വീഴുകയും ചെയ്യും. പിന്നെ എന്തിനീ ചർച്ച നടത്തിയത്? ഒന്ന്. രണ്ട്, ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ പ്രതിഷേധം ഉന്നയിച്ച് കഴിഞ്ഞാൽ മതവിശ്വാസങ്ങൾ മാറ്റണമോ? എനിക്കറിയില്ല, അങ്ങനെയാണോ പൊതുവേ ഇപ്പോൾ സെബാസ്റ്റ്യൻ പോളിൻ്റെയും അതുപോലെ കോൺഗ്രസ് വക്താവിൻ്റെയൊക്കെ കാര്യങ്ങൾ. അതേപോലെ തന്നെ മതപഠന വിഷയങ്ങൾ നിശ്ചയിക്കുന്നത് നമ്മളാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാരും മാധ്യമക്കാരും ചേർന്നിട്ടാണോ ഇവിടുത്തെ കത്തോലിക്ക സഭ അല്ലെങ്കിൽ സീറോ മലബാർ സഭ എന്ത്, ആരെ, എങ്ങനെ, എപ്പോൾ പഠിപ്പിക്കണം എന്ന് നമ്മളെ കൂടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? അങ്ങനെയാണെങ്കിൽ അത് എല്ലാ മതക്കാർക്കും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സമുദായത്തിൽ എന്ത് പഠിക്കണമെന്ന് സ്മൃതിയും ഞാനും സെബാസ്റ്റ്യൻ പോളും ഒക്കെ കൂടി നിശ്ചയിച്ചിട്ട് നമുക്ക് കത്തോലിക്ക സഭയ്ക്കും അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കും എല്ലാം കൊടുക്കാം എന്നുള്ളതാണോ ഇവിടെ ചർച്ച ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അടുത്തത് കാറ്റക്കിസം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ചല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ആ സിനിമാ പ്രദർശനത്തെ കുറിച്ചാണല്ലോ. അല്ല, അവർ നിശ്ചയിച്ചോളൂല്ലോ. അവർക്കറിയാം. അവർ 2000 വർഷം ചരിത്രമുള്ളൊരു സഭയല്ലേ, അവർക്കറിയാമല്ലോ. നമ്മളെന്തിനാണ് അതുമൊക്കെ ഇടപെടാൻ വരുന്നത്? ഇപ്പം ഞാൻ ഇന്ന് എന്ത് ചർച്ച നടത്തണമെന്ന് ഞാൻ സ്മൃതിയെയും റിപ്പോർട്ടർ ചാനലിനെയും പഠിപ്പിക്കാൻ വരുന്നുണ്ടോ? അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് വിട്ടുകൊടുക്കണം. അതിലും വിചിത്രം ഈ ഒരു സെലക്റ്റീവ് അംനീഷ്യ എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സെലക്റ്റീവ് അക്സെപ്റ്റൻസ്,
നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു മന്ത്രി 2020 ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യും. ലവ് ജിഹാദ് ഇല്ല എന്നുള്ളത് കിഷൻ റെഡ്ഡി പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം നരേന്ദ്രമോദിയോ അമിത്ഷായോ രാജ്നാഥ് സിംഗോ എന്ത് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർബന്ധവും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും അവതാരങ്ങൾക്കും പാർലമെന്റിൽ പറഞ്ഞ കണക്കാണ് പറഞ്ഞത്. പാർലമെന്റിൽ പറഞ്ഞ ഉത്തരവാദിത്തമുള്ള കണക്കിനെ കുറിച്ചാണ് സംസാരിച്ചത്. അല്ലെങ്കിൽ അടുത്ത കണക്ക് പറഞ്ഞാൽ മതി. ഞാൻ പാർലമെന്റ് ഞാൻ പറഞ്ഞത് ഒരു കണക്ക് നിങ്ങൾ വിശ്വസിക്കും, ബാക്കി കണക്കുകൾ വിശ്വസിക്കില്ല. കിഷൻ റെഡ്ഡി പറഞ്ഞ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചു, സന്തോഷം. കിഷൻ റെഡ്ഡിയോ അമിത്ഷായോ മോഡിയോ പറയുന്ന ബാക്കി കാര്യങ്ങൾ പുൽവാമയൊക്കെ നിങ്ങൾക്ക് ഇതുവരെ വിശ്വാസവും വന്നിട്ടില്ല. അങ്ങനെയല്ല, അത് കിഷൻ റെഡ്ഡിയിൽ വിശ്വാസം എന്ന നിലയ്ക്കല്ല ശ്രീ. അല്ലല്ല, താങ്കൾ അത് തെറ്റായി ധരിക്കുന്നതുകൊണ്ട് ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. പിന്നെ ഈ വിഷയത്തിൽ കേരളത്തിൽ ഈ വിവാദം ഉണ്ടായ ശേഷം സ്മൃതി നിർത്ത്. ഞാൻ എന്റെ കാര്യം പറഞ്ഞിരിക്കട്ടെ. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ നിങ്ങൾ ജനങ്ങൾ വിശ്വസിക്കട്ടെ. ആകട്ടെ. ഈ ഇഷ്ടപ്പെടുന്നില്ലല്ലേ സ്റ്റോറി ഇതിന്റെ സത്യത്തിൽ സത്യകഥ വിശ്വസിക്കാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ഇഷ്ടമല്ല നിങ്ങൾ എൻ്റെ ഈ സമയം ഞാനങ്ങ് പറഞ്ഞല്ലോ, നിങ്ങൾ കിഷൻ റെഡ്ഡിയിൽ വിശ്വസിക്കാനല്ല ഞാൻ പറഞ്ഞത്, മറ്റവരും കൂടെ വിശ്വസിക്കണം എപ്പോഴെങ്കിലും, ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം. അല്ലെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങളുള്ള വിശ്വാസം കൂടും, അതാണ് പറഞ്ഞു വന്നത്. ശരി, ഈ കേരള സ്റ്റോറിയുടെ പ്രൊഡ്യൂസറും മൂലകഥയും സെബാസ്റ്റ്യൻ പോൾ സാറെങ്കിലും സത്യം പറയണം. ഇത് സത്യത്തിൽ മുഖ്യമന്ത്രിയാണോ? ഞാനൊരു കണക്ക് പറഞ്ഞുതരാം. 2016 കേരള സ്റ്റോറിയൊക്കെ എന്നാ വന്നതെന്നറിയാലോ. 2016 ഇവിടെ രാജഗോപാലും അതായത് മറ്റേ പി കരുണാകരൻ MP ആയിരുന്ന പി കരുണാകരനും കൂത്തുപറമ്പ് MLA ആയിരുന്നു രാജഗോപാലും കൂടിയിട്ട് ജൂലൈ 2011-ലും 12-ലും പോയി കണ്ടിട്ട് ഏതാണ്ട് കാസർഗോഡ് നിന്ന് 14 പേരും 17 പേരും ഇവിടെ പാലക്കാട് നിന്ന് 7 പേരും അടക്കം 21 22 പേര് കാണാതെ പോയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, മുഖ്യമന്ത്രിയുടെ ഇവിടുത്തെ 2016 അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി അന്ന് ജൂലൈ 10-11 തീയതികളിൽ അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര പേര് കാണാൻ. അതിനുശേഷം 2023 100 പേര് പോയി എന്ന് മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. എത്ര പേര് എത്ര ജില്ലയിൽ നിന്ന് എത്ര പോയി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യത്തിൽ മൂലകഥയും ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയാൻ കാരണം ഇതിന് ഇത്രയേറെ വ്യാപകമായ പബ്ലിസിറ്റി കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. ഇത് ജനങ്ങൾ കാണണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേരള സ്റ്റോറി ആർക്കാണ് ഗുണം ചെയ്യണമെന്ന് സ്മൃതി പരുത്തിക്കാട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിൽ ആരാണോ ISIS-നെ എതിർക്കുന്നത്, ആരാണോ തീവ്രവാദങ്ങളെ എതിർക്കുന്നത്, അവർക്ക് ഗുണം കിട്ടണം. നിങ്ങൾ എതിർത്തോളൂ. കോൺഗ്രസിനും CPM-നും സെബാസ്റ്റ്യൻ പോൾ സാറിനും നിരീക്ഷകനായ അദ്ദേഹത്തിനും സ്വതന്ത്രനായ അദ്ദേഹത്തിനും താല്പര്യമുണ്ടെങ്കിൽ എതിർക്ക്. ഇവിടെ ഇത്തരത്തിലുള്ള CPM എതിർക്കുന്നുണ്ടല്ലോ, കാരണം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ 100 പേര് പോകുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഒരു ആരോപണം എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. താങ്കൾ അതിനുശേഷം സംസാരിച്ചോളൂ. താങ്കൾ ഓരോ വർഷത്തെയും കണക്ക് പറയുകയാണല്ലോ. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 2 പെൺകുട്ടികളെ കാണാതായത് കൂടിയാണ് ഈ റോമിയോ ജിഹാദ്, ലവ് ജിഹാദ് തുടങ്ങിയ ടേമൊക്കെ വന്നത്. അതങ്ങനെ പിന്നീട് കോടതിയിലെത്തുന്നു, ഹൈക്കോടതിയിലെത്തുന്നു. ജസ്റ്റിസ് KT ശങ്കരന്റെ ബെഞ്ചിലേക്കാണ് എത്തുന്നത്. അദ്ദേഹം ഈ പരാമർശത്തെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടോ അന്വേഷിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അന്നത്തെ DGP ജേക്കബ് പുന്നൂസ് അന്വേഷണം നടത്തുന്നു. 14 SP-മാരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ലവ് ജിഹാദ് എന്നൊരു പ്രതിഭാസം ഇല്ല എന്ന് പറയുന്നു. പിന്നീട് വീണ്ടും ഈ ആരോപണങ്ങൾ താങ്കളെപ്പോലുള്ള പാർട്ടിയിലെ നേതാക്കളടക്കം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ലവ് ജിഹാദ് ഉണ്ട് എന്ന്. വീണ്ടും അന്വേഷണം നടത്തുന്നു. 2012-ലും 2017-ലും താങ്കൾ പറയുന്ന കണക്കുകൾക്ക് ശേഷം 2017-ൽ വീണ്ടും അന്വേഷണം നടത്തുന്നു. അപ്പോഴും ഇങ്ങനെയൊന്നില്ല എന്ന് കണ്ടെത്തുന്നു. പിന്നീട് നിങ്ങൾ എപ്പോഴാണ് ഈ വിഷയം വീണ്ടും ഉന്നയിച്ചത്? ഹാദിയ കേസ് വന്നപ്പോഴാണല്ലോ. ഹാദിയ കേസ് ഹൈക്കോടതി പറയട്ടെ, ഒന്ന് ക്ഷമയോടെ കേൾക്കൂ ശ്രീ ശിവശങ്കർ. ഒരു മിനിറ്റ് ശ്രീ ശിവശങ്കർ കേൾക്കണം. ശ്രീ ശിവശങ്കർ ഫുള്ള് കേൾക്കണം. ഇല്ല അങ്ങനെ പറഞ്ഞു പോലെ. താങ്കൾ ഈ മുഖ്യമന്ത്രിയുടെ 100-ന്റെ കണക്ക് പറഞ്ഞാൽ എനിക്ക് ഈ കണക്ക് പറയണ്ടേ? അതിനുശേഷമുള്ള കണക്ക് പറയണ്ടേ? 2017-ലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഈ ഹാദിയ കേസ് തെറ്റാണ് പറയുന്നത്. താങ്കളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള വാദങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന് കേൾക്കൂ, ദയവ് ചെയ്ത് കേൾക്കൂ. ശ്രീ ശിവശങ്കർ, എന്താണ് ഈ അക്ഷമ? ശ്രീ ശിവശങ്കർ, ഞാൻ കണക്ക് പറയുന്നു. ഞാൻ പറഞ്ഞ കണക്ക് തെറ്റാണെങ്കിൽ താങ്കൾ പറയുന്ന കണക്ക് തെറ്റാണ്. താങ്കൾ പറയുന്ന കണക്ക് തെറ്റാണ്. ഒരു മിനിറ്റ്, കോടതിയിൽ പറഞ്ഞ കണക്കുകളാണ് ഞാൻ പറയുന്നത്. ഒന്ന് കേൾക്കൂ ശ്രീ ശിവശങ്കർ. ശ്രീ ശിവശങ്കർ കേൾക്കൂ. ഹാദിയ കേസിൽ NIA അന്വേഷണം നടത്തുന്നു.
NIA അന്വേഷണം നടത്തിയ ശേഷം പറയുന്നു ലവ് ജിഹാദ് എന്നൊരു കാര്യമില്ല എന്ന്. ഇതാണ് ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് താങ്കൾ പറയുന്ന ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നല്ലോ. പാർലമെന്റിനകത്ത് പറയുന്ന കണക്കുകൾ കൊണ്ട് പറയുന്ന കാര്യം വിശ്വസിച്ചല്ലേ പറ്റൂ. അവിടെ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞത് ലവ് ജിഹാദ് എന്നൊരു കാര്യമില്ല എന്ന്. സുപ്രീം കോടതിയും പറയുന്നു അങ്ങനെയൊന്നും ഇല്ല എന്ന്. ഇല്ല എന്ന കാര്യം കോടതി അടക്കം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യത്തിലും സുപ്രീം കോടതി പറഞ്ഞല്ലോ എന്നാണല്ലോ പറയുന്നത്. കോടതി പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ, പിന്നെയും അതുണ്ട് എന്ന് എങ്ങനെയാണ് സമർത്ഥിക്കുന്നത്? 3 കാര്യങ്ങൾ. ഒന്ന്, താങ്കൾ ആ ഡേറ്റ് അടക്കം 2021 സെപ്റ്റംബർ 21 പിണറായി പറഞ്ഞത് 100 മലയാളികൾ പോയി എന്നുള്ള പത്രപ്രസ്താവന. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടും അതിൻ്റെ ഡീറ്റെയിലും അയച്ചു തരാം. പത്രസമ്മേളനം നടത്തി പറഞ്ഞാണ്. താങ്കൾ സെർച്ച് ചെയ്തപ്പോൾ എന്നെ വിശ്വസിക്കേണ്ട. താങ്കളടുത്ത് ഞാൻ ഡേറ്റ് അടക്കം പറഞ്ഞല്ലോ. 2021 സെപ്റ്റംബർ 21 6:30 മണിക്ക് നടത്തിയ പത്രസമ്മേളനം പിണറായി വിജയൻ്റെ. എടുത്ത് വായിച്ചു നോക്കൂ. ഇത് 2014 കണക്കുണ്ട് നമ്മുടെ മുന്നിൽ. 100ഓളം രാജ്യങ്ങളിൽ നിന്ന് ആകെ കൂടെ പോയത് 40,000 അതിൽ പിണറായി വിജയനെ വിശ്വസിക്കുക. എന്റെ സ്മൃതി, പിണറായി വിജയൻ ആറിൽ 3 പേരാണ് പിണറായി വിജയനോട് ചോദിക്കുന്നത്. അവസാനം ആ 3 സിനിമ എടുക്കേണ്ടി വന്നു. എന്നാ പിണറായി വിജയൻ നുണ പറയണമെന്ന് നിങ്ങൾ പറ. 3 സിനിമ എടുക്കേണ്ടി വന്നു. നിങ്ങൾ പിണറായി വിജയൻ നുണ പറയണമെന്ന് പറഞ്ഞിട്ട് ക്ഷമിക്കണം 32,000 പറഞ്ഞിട്ട് എന്നോട് ഒച്ചെടുക്കാണ്ട് 32,000 പറഞ്ഞിട്ട് കാരണഭൂതത്തോട് പറ. നിങ്ങൾ 32,000 അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോട് പോയി ചോദിക്കണം. ഇത് പിണറായി വിജയൻ പറഞ്ഞ കണക്ക് ഞാൻ പറയുമ്പോൾ ഡേറ്റ് അടക്കം സമയം അടക്കം പറയുമ്പോൾ അത് തെറ്റാണെങ്കിൽ എന്നോട് എന്തിനാ ദേഷ്യം പറഞ്ഞത്? ശ്രീ ശിവശങ്കർ, ഞങ്ങളൊന്നും കൊണ്ടുനടന്നിട്ടൊന്നുമില്ല. അതൊരു സിനിമയായിട്ട് കാണും. ഞാൻ പറഞ്ഞല്ലോ, ഇത് പിണറായി വിജയൻ തന്നെയാണ് 2016 പറഞ്ഞു. പിന്നെ ഒരു കാര്യം, 2020 പറഞ്ഞ ആ ടെർമിനോളജി ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ആരും കടന്നിട്ടില്ല എന്ന് സ്മൃതിക്ക് പറയാൻ പറ്റുമോ? എത്രയോ പേര് കടന്നു എന്ന് പിണറായി വിജയൻ തന്നെ പറയുന്നു. അപ്പോൾ അതെല്ലാം പിന്നെ സംസ്ഥാനത്തെ ഇത്തരം ഇഷ്യൂസ് കേന്ദ്ര സർക്കാരിനെ അറിയണം, സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞാണോ വിശ്വസിക്കേണ്ടത്? അപ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വിശ്വസിക്കണം. തെളിവെടുക്കുക അദ്ദേഹം പറഞ്ഞു. അതല്ലെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുക്കൂ. അതൊന്നും നടന്നില്ലല്ലോ. പിന്നെ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് അറിയാം അവരുടെ ഒപ്പം ആര് നിൽക്കണമെന്ന്. കാരണം പാലാ ബിഷപ്പിനെ PFI ആക്രമിച്ചപ്പോൾ ആരാണ് അവിടെ പോയി കൃത്യമായി പാലാ ബിഷപ്പിനെ പിന്തുണ കൊടുത്തത് എന്ന് കത്തോലിക്ക സഭയ്ക്ക് അറിയാം. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ ആരാണ് ജോസഫ് മാഷിന് വേണ്ടി കേസ് നടത്തിയത്? ആ കേരളത്തിലെ വിജയകുമാർ എന്നുള്ള RSSൻ്റെ എറണാകുളം ഒരു അധ്യക്ഷനായിരുന്നു. ആ കേസ് എടുത്ത് അദ്ദേഹത്തിന് അറിയാം. കുന്തിരിക്കും മലരും വെക്കാൻ പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് BJP ആയിരുന്നു. പൂഞ്ഞാറിൽ പുരോഹിതനെ കാറടിച്ച് കൊല്ലാൻ പോകുമ്പോൾ അവിടെ പ്രകടനം നടത്തിയത് BJP ആയിരുന്നു. അതുപോലെ തന്നെ നികൃഷ്ടജീവി എന്ന് ഈ കേരളത്തിലൊരു ബിഷപ്പിനെ വിളിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് BJP ആയിരുന്നു. വെമ്പായത്തിലും അതുപോലെ തന്നെ ഈരാട്ടുപേട്ടയിലും പത്തനംതിട്ടയിലും മലപ്പുറത്തെ വേങ്ങൂരും പത്തനംതിട്ടയിലെ കോടങ്ങൂരും എല്ലാം ഈ SDPI PFI ആളുകളായിട്ട് നിരന്തരം കൂട്ടുകൂടി യോജിച്ച് ഭരണം നടത്തുന്നത് കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന് SDPI പിന്തുണ കൊടുത്തത്, ബാംഗ്ലൂർ പിന്തുണ കൊടുക്കുന്നത്. അതുകൊണ്ട് ആരാണ് ഈ തീവ്രവാദികളുടെ കൂടെ ആരാണെന്ന് കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് കൃത്യമായി മനസ്സിലാകും. അവരുടെ കൂടെ ആരാണ് ഉള്ളതെന്ന് മനസ്സിലാകും. ഒരു സംശയവുമില്ല. ഈ സിനിമ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ബോധമുള്ള ജനങ്ങൾ ഡൽഹി ആസ്ഥാനമായുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ പഠനം ഫാദർ കൂടി കേൾക്കാനാണ്. പഠനത്തിൽ ഓരോ ദിവസവും 2 ക്രിസ്ത്യാനികൾ വീതം രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ UP-യിലാണ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് 687 ഒരു ആക്രമണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഇടം കേരളമാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തിരിച്ചു വരാം ചർച്ചയിലേക്ക്. ഫാദർ ആന്റണി വടക്കേക്കര, നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ സഭ എടുക്കുന്ന നിലപാട്? അല്പം ഖേദത്തോടെ തന്നെ പറയട്ടെ, ഈ ചർച്ചയെ നിയന്ത്രിക്കുന്ന സ്മൃതിയാണ് അക്ഷമയോടുകൂടെ, എനിക്ക് തോന്നുന്നു അല്പം ദുഷ്ടലാക്കോടുകൂടെ സഭയെ ഇങ്ങനെയൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ആക്രമിച്ചത് അല്പം കുറഞ്ഞുപോയി എന്ന ഒരു നിലപാടെടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ സഭയെ ഏതെങ്കിലും ഒരു തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാനുള്ള സ്മൃതിയുടെ ആഗ്രഹത്തെയും ഞങ്ങൾ അത്രയും വിലവെക്കുന്നുള്ളൂ. കാരണം അപ്രകാരം ഒരു രാഷ്ട്രീയ നിലപാട് എടുത്തുകൊണ്ടല്ല സഭ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അക്ഷമ കാണിക്കേണ്ടതില്ല. പാനലിസ്റ്റുകളെല്ലാവരും വളരെ മാന്യതയോടുകൂടെ ക്ഷമയോടുകൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്മൃതിക്ക് മാത്രം ഒരു അല്പം അക്ഷമയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. BJP കരുതുന്നത് അവരാണ് സഭയുടെ രക്ഷകരെന്നാണ്.
ഉദാഹരണ സഹിതമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. BJP കരുതുന്നത് പോലെ BJPയുടെയോ RSSന്റെയോ സംഘപരിവാരത്തിന്റെയോ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ സഭ നിന്നുകൊടുക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് സ്മൃതി ചിന്തിക്കുന്ന കാര്യം മാത്രമായിരിക്കുമെന്ന് ഞാൻ പറയാൻ അത് എന്റെ ചിന്തയല്ലല്ലോ. ഇപ്പോൾ ശിവശങ്കർ പറഞ്ഞത് ഫാദർ കേട്ടില്ലേ? രാഷ്ട്രീയപരമായ അതെന്തിനാണ് അങ്ങനെ എന്റെ നേരെ ചൂണ്ടുന്നത്? ഞാൻ ചോദിച്ചത് ശിവശങ്കർ പറഞ്ഞതോടുള്ള അഭിപ്രായമാണ്. രാഷ്ട്രീയ കക്ഷികൾക്ക് സ്മൃതി, രാഷ്ട്രീയ കക്ഷികൾക്ക് അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതിൽ ആരും ചാർത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ സീറോ മലബാർ സഭയുടെ വക്താവാണ്. സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി ആധികാരികമായി പറയാൻ എനിക്ക് സാധിക്കും സഭയ്ക്ക് അപ്രകാരം ഒരു നിലപാടില്ല എന്ന കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് അത് സ്മൃതി ചാർത്തി തരാൻ ശ്രമിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ പ്രതിനിധിയായ ദീപ്തി ബേരി വർഗീസ് പറഞ്ഞു, സഭ ഈ കേരള സ്റ്റോറി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു എന്ന്. അത് ഇറക്കിയ ആൾ ഞാനാണ്, സഭാ വക്താവായ ഞാനാണ് ആ പ്രസ്താവന മാധ്യമങ്ങളിലൂടെ പ്രിന്റ് മാധ്യമങ്ങൾക്കും വിഷ്വൽ മാധ്യമങ്ങൾക്കും നൽകിയത്. അതുകൊണ്ട് തന്നെയും അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അത് വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ടി വരുന്നു എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ കാര്യത്തിന് സഭ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നിലപാടും എടുത്തിട്ടില്ല. എങ്ങോട്ടെങ്കിലും ചായുന്നു എന്ന ചിന്ത ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പോൾ സാറിന് വേണ്ട. സഭ എന്നും കൃത്യമായി ജനാധിപത്യപരമായ രാഷ്ട്രീയ നിലപാടുകളിൽ എല്ലാവരോടും ഒരേ അകലം തന്നെ പാലിച്ചു പോയിക്കൊണ്ടിരുന്നതാണ്. അത് ആരെങ്കിലും പറയുന്നത് കൊണ്ട് വിശ്വാസികൾ അവരുടെ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ മാറ്റുന്നവരല്ല എന്ന കാര്യവും സെബാസ്റ്റ്യൻ പോൾ സാർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇപ്രകാരം ആരെങ്കിലുമൊക്കെ രക്ഷകന്റെ വേഷം അണിയിച്ച് വന്നാലും അതൊക്കെ തിരിച്ചറിയാനുള്ള രാഷ്ട്രീയമായ ഔന്നത്യം സഭയ്ക്കുണ്ട് എന്ന കാര്യം ആധികാരികമായി തന്നെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും ഈ കാര്യങ്ങൾ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല എന്നും മതപരമായ ഒരു വിഭാഗീയത ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും എല്ലാവരും സമന്വയത്തോടുകൂടെ മുൻപോട്ട് പോകണമെന്നുള്ളതാണ് സഭയുടെ സുചിന്തിതമായ താല്പര്യം. അതിനുവേണ്ടിയാണ് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയുടെ ആരംഭം മുതൽ പറഞ്ഞ കാര്യവും അതാണ്. പക്ഷേ അത് മൂർച്ച കുറഞ്ഞു പോയി എന്നുള്ള വാദം ബാലിശമാണ്. ഈ ചർച്ച എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാര്യവും ഫാദറിന് അറിയാമല്ലോ. ഏത് രൂപത്തിൽ ആണ് ഈ ചർച്ച ചെയ്യേണ്ടി വന്നത്? ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ല. എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാര്യം താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പറഞ്ഞ ആക്രമണത്തിന്റെ കണക്കുകൾ അടക്കം പുറത്തു വരുമ്പോൾ ആ കണക്കുകളോടുള്ള സഭയുടെ പ്രതികരണം എന്താണ്? എനിക്കറിയില്ല എന്താണ് ഈ ചർച്ചയുടെ ഉദ്ദേശമെന്ന്. അത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിനും അതുപോലെ തന്നെ സ്മൃതി പരുത്തിക്കാടിനും ഇപ്രകാരം 6 ദിവസങ്ങൾക്ക് കഴിഞ്ഞിട്ടും 4-ാം തീയതി പ്രദർശിപ്പിക്കപ്പെട്ട കാര്യം ഇന്ന് 10-ാം തീയതി ആയപ്പോഴും ഇത് വലിച്ചു നീട്ടി ഫാദർ ആന്റണി വടക്കേക്കര ഇന്നും ആ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടാണല്ലോ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇന്നും പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. അതാണോ ജനങ്ങൾ നേരിടുന്ന വിഷയമല്ലെങ്കിൽ എന്തിനാണ് ഈ ദിവസം തെരഞ്ഞെടുത്ത് പ്രദർശിപ്പിക്കുന്ന ചോദ്യമുണ്ടല്ലോ ഫാദർ ആന്റണി വടക്കേക്കര. അങ്ങനെ ചെയ്തവരെ വിമർശിക്കുകയും അവരെ തിരുത്തുകയുമല്ലേ യഥാർത്ഥത്തിൽ സീറോ മലബാർ സഭ ചെയ്യേണ്ടത്. ഇന്ന് നല്ല ഉദാഹരണങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിതാവ് പറഞ്ഞ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. തേലക്കാട്ടച്ഛൻ പറഞ്ഞ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ CSI മഞ്ചേരിയിൽ CSI പള്ളി, ആ പള്ളി അങ്കണം ഈദ്ഗാഹിനായി വിട്ടുകൊടുത്തു. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ഉദാഹരണങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് മറിച്ചുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നത്. അതുണ്ടാകുമ്പോൾ അത് പറയരുത്, മിണ്ടരുത് എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യമാണ് ഫാദർ ആന്റണി വടക്കേക്കര? വിമർശനങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയുക എന്നതിലപ്പുറം ഞങ്ങളെ ഇല്ലാതാക്കാനാണ് എന്ന രൂപത്തിൽ എന്തിനാണ് മനസ്സിലാക്കുന്നത്? അത് ശരിയായ മനസ്സിലാക്കലാണോ? എല്ലാ നന്മകളും വളരട്ടെ, അതിൽ ഞങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കാലാകാലങ്ങളായി സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്കും നന്മയ്ക്കും വേണ്ടി. അത് തീർച്ചയായും ഞങ്ങൾ തുടരും. ഈ ഒരു ചർച്ച കൊണ്ട് മാത്രം തീർന്നു പോകുന്ന ഒന്നല്ല ഇതൊന്നും കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഇപ്രകാരമുള്ള അനാവശ്യമായ ചർച്ചകളിലൂടെ കടന്നുപോയിട്ട് ഇത് താങ്കൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ നിന്നും വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഗൂഢശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുക. കാരണം പാനൂരിൽ, ഞാനൊരു കണ്ണൂരുകാരനാണ്, എൻ്റെ വീട് കണ്ണൂരാണ്.
എൻ്റെ ജില്ലയിൽ നിന്നും പാനൂരിൽ ഒരു ബോംബ് സ്ഫോടനമുണ്ടായി. അത് എത്രമാത്രം ചർച്ച ചെയ്തിട്ടുണ്ട്? ഫാദർ അത് കാണാത്തതുകൊണ്ടാണ്. പൊതുമണ്ഡലത്തിൽ ഫാദർ കൃത്യമായി ഒരു ചർച്ചകൾ തെരഞ്ഞെടുപ്പ് കാണാത്തതുകൊണ്ടാണ്. ചർച്ച അത് ചർച്ച ചെയ്യപ്പെടേണ്ട ചെയ്തിരുന്നു ഒരു ഫാദർ. അതുകൊണ്ട് എപ്രകാരമാണ് അത് 2 ദിവസം ചർച്ച ചെയ്തു ഫാദർ. അതിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ഇംപോർട്ടൻസ് അതാത് ദിവസം ഉണ്ടാകുന്ന വാർത്തകൾ ചർച്ച ചെയ്യാറുണ്ട്. കൊടുത്തുകൊണ്ട് കേവലം വൈകാരികമായ ഒരു സിനിമാ പ്രദർശനത്തെ മാത്രം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യത ഫാദർ ആന്റണി വടക്കേക്കര സിനിമ ആദ്യം പ്രദർശിപ്പിച്ച ദിവസം മണിപ്പൂരിൽ തുടർച്ചയായി കലാപങ്ങൾ ഉണ്ടാകുന്നു, കണ്ണീരൊഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായി വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ കാരണം മലയോര മേഖലയിലും അതുപോലെ തന്നെ വനാതിർത്തി പ്രദേശങ്ങളിലും കഴിയുന്ന ആൾക്കാർ വലിയ ആശങ്കയിലാണ്. കിടന്നുറങ്ങാൻ സാധിക്കാത്ത മനുഷ്യർ. അതോടൊപ്പം തന്നെ കാർഷിക വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കാത്തത് കൊണ്ട് റബ്ബർ കർഷകരാകട്ടെ നെൽകർഷകരാകട്ടെ വലിയ പ്രതിസന്ധിയിലൂടെ ആശങ്കകളിലൂടെ കടന്നു പോകുന്ന ഒരു നാട്. ക്രിസ്ത്യാനികൾ പലയിടങ്ങളിലായി സംഘടിതമായി ആക്രമിക്കപ്പെടുന്ന ഒരു സമയം. ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല, മാസങ്ങളോളം ലഭിക്കാതെ പോയിരിക്കുന്ന ഒരു അവസരം. മസ്റ്ററിങ്ങിൻ്റെ പേര് പറഞ്ഞ റേഷൻ പോലും സാധാരണ മനുഷ്യർക്ക് ലഭിക്കാതെ പോകുന്ന നീണ്ടുപോകുന്ന ഒരു അവസരം. ക്യാമ്പസുകളിൽ അനിയന്ത്രിതമായ രാഷ്ട്രീയ അതിപ്രസരം കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖല നാളിതുവരെ കൈവരിച്ചിരുന്ന വലിയ നന്മകളും മേന്മകളും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരം. അതോടൊപ്പം നമ്മുടെ യുവാക്കന്മാർ തൊഴിലന്വേഷകരായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കേണ്ടി വരുന്ന ഒരു സമയം. അതുപോലെ തന്നെ ന്യൂനപക്ഷ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്ന ഒരു സമയം. ചരിത്രത്തെ മാറ്റി എഴുതാൻ വേണ്ടി അപനിർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യ എന്ന ആശയം എന്ന് നിലനിൽക്കണമെന്ന സുചിന്തിതമായ താല്പര്യവും ഇന്ത്യ എന്ന ആശയം നിലനിൽക്കണം ഫാദർ. ഇന്ത്യ എന്ന ആശയം നിലനിൽക്കേണ്ടതുണ്ട്. താങ്കൾ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ, ഗൗരവതരമായ ഒരുപാട് വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി. ആ വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഇല്ലാത്ത വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കാൻ നിങ്ങൾ പുറപ്പെട്ടത് എന്നതുകൊണ്ടാണ് വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നത്. ഇന്നത്തെ ദിവസവും ആ രൂപത്തിൽ ആ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും വിമർശനം കേൾക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ വിമർശനം എന്നുള്ളത് നല്ല അർത്ഥത്തിലെടുക്കുകയും തിരുത്തലുകൾ വരുത്തേണ്ടതിൽ തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ലോ. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ വ്യക്തിയുടെയോ ചാനലിന്റെ വിമർശനമായിട്ട് എടുക്കണ്ട. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിമർശനം സമൂഹത്തിന് എല്ലാവർക്കും വിമർശിക്കാമല്ലോ. അത് ഒരു ചാനലിന്റെയും ഒരു അവതാരകയുടെയും വിമർശനമായിട്ട് മാത്രം എടുക്കേണ്ടതില്ല. അധികാരമൊന്നും സ്മൃതി ആരും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും പറഞ്ഞ് ദുഷ്ടലാക്കോടുകൂടെ സംസാരിക്കരുത്. നല്ലത്. ശരി, താങ്കൾ എത്രത്തോളം സഹിഷ്ണുതയോടെ ഇത് കേൾക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാകുന്നു ഫാദർ. ഈ വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്തു ഞാൻ ആവർത്തിച്ച് പറയേണ്ടത്. സ്മൃതിയുടെ അസഹിഷ്ണുതയെയും അക്ഷമയെയുമാണ് ഞാൻ ആദ്യമേ തന്നെ ചോദ്യം ചെയ്തത്. ശരി, മനസ്സിലാക്കുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോഴും ലവ് ജിഹാദ് എന്ന വിഷയം ഇവിടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് സഭ എന്നാണോ കരുതേണ്ടത്? ലവ് ജിഹാദ് എന്ന് പേരിട്ട് ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ പ്രവർത്തനമോ കേരളത്തിൽ നടക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയൊന്നില്ല എന്ന് പാർലമെൻറ്റിലും കോടതിയിലും ഒക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം മറ്റ് വിഭിന്ന മതസ്ഥരുമായുള്ള വിവാഹം നടക്കുന്നില്ല എന്നല്ലല്ലോ. മുസ്ലിങ്ങളെ വിവാഹം കഴിക്കുന്ന ക്രിസ്ത്യാനി പെൺകുട്ടികൾ ഉണ്ടാവാം, തിരിച്ചുമുണ്ടാവാം. മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളിൽ നിന്നും ഉണ്ടാവാം. അങ്ങനെ സംഭവിക്കുമ്പോൾ പലതരത്തിലുള്ള അപകടങ്ങൾക്കും അത് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 32,000 പേരുടെ പേര് വിവരം വേണ്ട, 3 പേരുടെ പേര് വിവരം പോലും വേണ്ട. ഞാൻ താമസിക്കുന്ന കൊച്ചിയിലെ തമ്മനം എന്ന സ്ഥലത്ത് നോക്കിയാൽ അവിടെ ഉണ്ടൊരു ഉദാഹരണം. ആ ഒരു കുടുംബത്തിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളെങ്കിലും ഉള്ളപ്പോൾ ഈ കാര്യത്തിൽ സഭയ്ക്ക് ഉത്കണ്ഠ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും അവരുടെ ഒരു വാർഷിക പരിപാടി എന്ന നിലയിൽ ഒരു ക്ലാസ് അവിടെ നടക്കുന്നു. അവിടെ പ്രണയം ഒരു വിഷയമായി വരുന്നു. അവിടെയാണ് ഈ കൗമാരപ്രായത്തിൽ നിൽക്കുന്ന ആ കുട്ടികളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു സിനിമ കൂടി പ്രദർശിപ്പിക്കുന്നു. പക്ഷെ ആ സിനിമ അവിടെ പ്രദർശിപ്പിക്കുന്നത് അത്ര നല്ല ഉദ്ദേശത്തോടെ ആയിരുന്നില്ല എന്നുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനത്തെ സഭയും സ്വീകരിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണല്ലോ തലശ്ശേരി രൂപതയും മാനന്തവാടി രൂപതയും ഒക്കെ ഇതിൽ നിന്ന് പിന്നോട്ട് പോയത്. KCYM ഇന്ന് എവിടെയോ ഒരു പള്ളിയിൽ ചിത്രം പ്രദർശിപ്പിച്ചു എന്നുള്ളത് സഭയുടെ ഒരു നയമായി കാണേണ്ടതുമില്ല. അപ്പോൾ അനൗചിത്യം ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ സഭ അതിൽ നിന്ന് പിന്നോക്കം പോയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സിനിമ അത് വസ്തുതാപരമായും ശരിയല്ല. ആ സിനിമയുടെ ഒരു ത്രസ്റ്റ്, ആ തീം അതും ശരിയായ കാര്യമല്ല. അത് കുട്ടികളെ നിർബന്ധപൂർവ്വം കാണിക്കേണ്ട സിനിമയല്ല എന്നുള്ള വിമർശനം ഉണ്ടായപ്പോൾ അതവർ സ്വീകരിച്ചു. ഈ സിനിമ ഇറങ്ങിയ കാലത്ത് ഏറ്റവും അടുത്ത് കഴിഞ്ഞയാഴ്ച അത് ടെലിവിഷനിൽ ദൂരദർശനിൽ പ്രദർശിപ്പിച്ചപ്പോൾ
ഒക്കെ ഞങ്ങൾ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. ആ വിമർശനത്തിൻ്റെ രൂക്ഷത കൂടിയോ കുറഞ്ഞോ എന്നുള്ളതൊക്കെ അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ നിരന്തരം ഈ സിനിമയ്ക്കെതിരെയുള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികൻ എന്ന് വേണമെങ്കിൽ എന്നെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് മൂർച്ചയില്ല, രൂക്ഷതയില്ല, ആത്മാർത്ഥതയില്ല എന്ന് സംശയിക്കരുത്. ശരി ദീപ്തി, എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ വിഷയം? ഇനി മിണ്ടാതിരിക്കുക. ഇപ്പോൾ ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞതുപോലെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് വേറെ രൂപത്തിൽ വേറെ ചിലർ ചൂഷണം ചെയ്യും ആ വിഷയം. അതുകൊണ്ട് ഇപ്പോൾ പറയേണ്ടതില്ല എന്നതാണോ ഇപ്പോൾ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഏതാണ്ട് ഒരേ കാര്യം തന്നെയായിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യുന്നത്, ഈ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആണെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഇവിടെ ചർച്ച ചെയ്യേണ്ട നിരവധി വിഷയങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, ശിവശങ്കർ ഞാൻ ചോദിച്ചതിനൊന്നും മറുപടിയൊന്നും പറയാൻ തയ്യാറല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ നടക്കുന്ന, ഈ രാജ്യത്ത് നടക്കുന്ന, ഇന്നിപ്പോൾ വന്ന ഒരു വലിയൊരു വാർത്തയുണ്ട്. മധ്യപ്രദേശിൽ ദിനകരൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ നടത്തുന്ന യോഗം അത് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് സംഘപരിവാർ ശക്തികൾ അതിനെതിരെ പോവുകയും അതിന് ഗവൺമെൻറ് അതിന് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് മുഴുവൻ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. രാജ്യത്ത് മുഴുവൻ വൈദികരെ ആക്രമിക്കുന്നു. താങ്കൾ തന്നെ, സ്മൃതി തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു കണക്കിനെ കുറിച്ച്. അപ്പോൾ രാജ്യത്ത് ഒരു ദിവസം ഇത്ര ക്രിസ്ത്യാനികളെ വീതം ആക്രമിക്കപ്പെടുന്നു, വൈദികർ ആക്രമിക്കപ്പെടുന്നു, കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, മണിപ്പൂരിൽ അക്രമം നടന്നു. ഇതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാത്ത ഒരു ഭരണകൂടം ഇന്ന് ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ആ ചർച്ചയിലേക്ക് കൊണ്ടുവരാത്തത്? ഈ രാജ്യത്ത് ഞാൻ ചോദിച്ചോട്ടെ, സ്റ്റാൻ സ്വാമി, നമ്മൾ പലപ്പോഴും ഇതൊക്കെ ചർച്ച ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വീണ്ടും വരാതിരുന്നത്. സ്റ്റാൻ സ്വാമിയുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? മദർ തെരേസയ്ക്കെതിരെ BJP പറഞ്ഞ് ചർച്ച ചെയ്യണ്ടേ? ഇവിടെ കേക്കിന്റെ നയതന്ത്രവുമായിട്ട് ഇറങ്ങിയ BJPയോട് ചോദിക്കാനുള്ളത് എന്താണ് സംഭവിച്ചത്? കേക്കുമായിട്ട് സഭകളുടെ സഭാധ്യക്ഷന്മാരെ കാണാനും ബിഷപ്പുമാരെ കാണാനുമായി BJPക്കാർ പോയി. അപ്പോൾ എന്ന് മുതലാണ് BJPക്ക് ഈ ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം തുടങ്ങിയത്? ഇവർ അടിസ്ഥാനമായി വിശ്വസിക്കുന്ന, ഇവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തിന് ആപത്താണ് എന്നുള്ളതാണല്ലോ. അതല്ല എന്ന് ശിവശങ്കറിന് പറയാൻ കഴിയുമോ? ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക, ആ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ മാറിയോ? ഇപ്പോഴും അതേ വിശ്വാസത്തിൽ തന്നെയല്ലേ നിങ്ങൾ നിൽക്കുന്നത്? അപ്പോൾ ഇത്തരം വിശ്വാസങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു ഭരണകൂടം രാജ്യത്തുള്ളപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിൻ്റെ കാരണം അത് ജാതീയമായല്ല. BJP ജാതീയമായി ഈ രാജ്യത്തെ വിഭജിക്കുന്നത്, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്, അതിൽ നിന്ന് ചെന്നായെ പോലെ ആട്ടിൻകുട്ടികളെ തമ്മിലടിപ്പിച്ച് ചെന്നായെ പോലെ അതിൽ നിന്ന് രക്തം കുടിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുണ്ട്. അതിന്റെ ലക്ഷണമാണ് ക്രിസ്സംഖികൾ എന്ന് പറയുന്ന കുറച്ചാളുകൾ ക്രിസ്ത്യൻ സഭകളിലേക്കും കൂടി കടന്നു കയറിയിരിക്കുന്നതിന്റെ ലക്ഷണമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ സഭകളിൽ അവരുടെ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്സംഖികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. അവർ ഈ മലീമസമാക്കുകയാണ്. ഇപ്പോൾ തന്നെ എത്ര തവണ പറഞ്ഞു, ഫാദർ തെറ്റിദ്ധരിച്ചു എന്നാണ് തോന്നുന്നത്. ഞാൻ തുടക്കത്തിൽ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എടുത്തു പറഞ്ഞത്. എനിക്കറിയാം താങ്കൾ തന്നെയാണ് അത് പറഞ്ഞതെന്നറിയാം. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് അത്തരത്തിലുള്ള ഡിവിസീവ് ആയിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും നടക്കുന്നില്ല. ജാതി തമ്മിലോ മത തമ്മിലോ ഉള്ള സ്പർദ്ധ നടക്കുന്നില്ല. ആ സംസ്ഥാനത്താണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ കേരളത്തെ. ശിവശങ്കർ മറുപടി. അല്ലല്ല സ്മൃതി, ഒരൊറ്റ കാര്യം. ഈ മണിപ്പൂർ കലാപത്തെ ബോംബെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല എന്നുണ്ടോ? അതേപോലെ തന്നെ ക്ലിമ്മി സുബാവ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ? പിന്നെ മണിപ്പൂർ കലാപത്തിൽ 395 ശിവശങ്കർ അതൊന്നും പറയില്ല. ഞാൻ കണ്ടത് ആ സ്റ്റേറ്റ്മെന്റ്, അത് പറഞ്ഞത് ഇത്രയുമേ ഉള്ളൂ. അവിടെ രണ്ട് മതങ്ങൾ തമ്മിലല്ല, രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയുണ്ട്. അത് ചരിത്രപരമായ കാര്യമാണ്, പണ്ട് നിലനിന്നിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? ഫാദറിന്റെ ബിഷപ്പിന്റെ വാക്കുകളെ തെറ്റിദ്ധരിപ്പിച്ച താങ്കൾ പലതവണ പല ചാനലുകളിൽ ഇത് പറയുന്നത് ഞാൻ കേട്ടു. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു വിഭാഗത്തിനെ മാത്രം തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, ഒരു വിഭാഗത്തിന്റെ മാത്രം കണക്കുകൾ നിങ്ങൾ പറയുമ്പോൾ, 395
എന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയോ? നിങ്ങളുടെ ഈ സ്ത്രീകളെ മുഴുവൻ പീഡിപ്പിച്ചിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വനിതാ നേതാവ് പോയോ? നിർമ്മല സീതാരാമൻ പോയോ? സ്മൃതി ഇറാനി പോയോ? ഏത് നേതാവാ പോയി? ഇന്ത്യയുടെ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നു? മണിപ്പൂരിൽ സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തിട്ട് നിങ്ങളുടെ നേതാക്കന്മാർ, കേരളത്തിലെ നേതാക്കന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് ശിവശങ്കറിന് പറയാൻ ധൈര്യമുണ്ടോ? മണിപ്പൂരിൽ പ്രധാനമന്ത്രി അഡ്രസ് ചെയ്യാതിരുന്നില്ലേ? നിങ്ങൾക്ക് ഈ വേദിയിൽ ഈ ചാനലിൽ ഇരുന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അവിടെ ആർമിയാണ് പോകേണ്ടത്, അവിടെ നയങ്ങളാണ് വേണ്ടത്, അല്ലാണ്ട് പ്രധാനമന്ത്രി അങ്ങനെയാണെങ്കിൽ എത്ര തവണ എന്ത് നയമാണ് വേണ്ടത്? രാജ്യത്ത് സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ എന്താണ് നിങ്ങളുടെ നയം? ബിജെപിയുടെ നയം വ്യക്തമാക്കണം ശിവശങ്കർ. കർത്താവുണ്ട്, അതുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഒരു മിനിറ്റ്, ഈ ഒരു പുസ്തകമുണ്ട്, ലവ് ജിഹാദ് ആൻഡ് അതർ ഫിക്ഷൻസ്, സിമ്പിൾ ഫാക്ട്സ് ടു കൗണ്ടർ വൈറൽ ഫാൾസ്ഹുഡ്സ്. ഒരു പുസ്തകമാണ്. ഇപ്പോൾ നല്ലോണം ആ കോപ്പികളൊക്കെ വിറ്റഴിഞ്ഞു പോകുന്നുണ്ട്. ആ പുസ്തകം കൂടി വായിച്ചുകൊണ്ട് അതുകൂടി അവബോധത്തിനായി മുന്നോട്ട് വെക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.